Hello everyone. It's me, Amin Giring, and welcome back to our channel, Mallu Drama Lover. സോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അന്വേഷ ചേച്ചിയുടെ അല്ലെങ്കിൽ ആയിഷ ചേച്ചിയുടെ വോയിസ് പ്രതീക്ഷിച്ചിരുന്ന നിങ്ങളിലേക്കാണ് എൻ്റെ ഒരു വോയിസ് എത്തുന്നത്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാൻ പറ്റും ഇൻട്രോ വേൾഡ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലൂടെ. സോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, കമ്മ്യൂണിറ്റി പോസ്റ്റിട്ട് ചേച്ചി അറിയിച്ചതായിരുന്നു ഇതേപോലെ ചേച്ചിക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു. സോ ചേച്ചിയുടെ ആ ഒരു സർജറിയുടെ ഒരു കാലയളവ് കഴിഞ്ഞ് ചേച്ചി കുറച്ച് റെസ്റ്റ് ആയിരിക്കും. സോ ആ ഒരു കാലയളവിൽ ഞാനായിരിക്കും ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചേച്ചിയുടെ അത്രയും പെർഫെക്ഷൻ ഒന്നും എനിക്ക് ഉണ്ടാകത്തില്ല, അതെന്തായാലും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് ഒരു ടൈം ട്രാവൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സീരീസാണ്. നിങ്ങൾ കണ്ടു നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു സീരീസിൻ്റെ പേര് ലവ് അണ്ടർ ദ സ്റ്റാർ എന്നാണ്. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ ഈ ഒരു സീരീസിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് കടക്കാം. ഈ ഒരു ഡ്രാമയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ ഒരു ന്യൂസ് ചാനലിലാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഭൂമിയിൽ 5000 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. ഇത് വളരെ അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ്. നമ്മുടെ ഭൂമിയെ ക്രോസ് ചെയ്തു പോകുന്ന ആസ്ട്രോൺസ് നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് പതിച്ച് അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിട്ടുള്ള ഒരു മികച്ച ഒരു അത്ഭുതകരമായ ഒരു സംഭവമാണ് നടക്കുന്നത് എന്നെല്ലാം ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ ഇതേ സമയം നമ്മുടെ ഈ ഒരു ഡ്രാമയിലെ ഹീറോയിനാണെങ്കിൽ തൻ്റെ കമ്പനിയിലേക്ക് വന്നെയാണ്. സോ കമ്പനീൻ്റെ മാനേജറുടെ വീട്ടിലേക്കാണ് വന്നത്. അവിടെ വന്നിട്ട് പരിശോധിക്കുമ്പോഴാണ് തൻ്റെ അച്ഛൻ്റെ ലാപ്ടോപ്പ് അവിടെ നിർത്തുന്നത്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ മാനേജറുടെ കയ്യിൽ എങ്ങനെയാണ് അച്ഛൻ്റെ ലാപ്ടോപ്പ്? അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനും അത് ഇങ്ങനെ തപ്പണേണ്, അത് ചെക്ക് ചെയ്യണേണ്. അപ്പോൾ അതിലാണെങ്കിൽ ഇതേപോലെ നമ്മുടെ ഈ ഒരു മാനേജർ ആണെങ്കിൽ കമ്പനിയുടെ കുറേ ഷെയർസ് ഇല്ലീഗലായിട്ട് ആരും അറിയാതെ മറ്റുള്ളവർക്ക് വിൽക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നതിനായിട്ട് മാനേജർ സംസാരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മാനേജർ ആണെങ്കിൽ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് സംതിങ്ങുമായിട്ട് അങ്ങോട്ടേക്ക് തന്നെയാണ്. നമ്മുടെ ഈ ഹീറോയിന് ഈ ഒരു മാനേജറായിട്ട് കല്യാണം ഉറപ്പിച്ചിരുന്നതാണ്. സോ ഇനി ഒരു 2 ആഴ്ച മുന്നുള്ള സംഭവമാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ കല്യാണത്തിൻ്റെ തിരക്കിലാണ്. സോ അപ്പോൾ മാനേജർ വിളിച്ചിട്ടാണെങ്കിൽ ഇതേപോലെ അച്ഛൻ എന്നെ പെട്ടെന്ന് പുറത്താക്കിയെന്നെല്ലാം പറഞ്ഞാണ്. നമ്മുടെ ഹീറോയിൻ അച്ഛൻ പെട്ടെന്ന് പുറത്താക്കിയോ, എന്താ കാരണം എന്നെല്ലാം അന്വേഷിക്കുന്നതിനായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ സാഹചര്യത്തിൽ മാനേജറെ നിങ്ങൾ പുറത്താക്കിയോ, ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ മാനേജർ എന്നെ ഇഷ്ടപ്പെടാതിരിക്കാം, ഈ കല്യാണം ക്യാൻസൽ ചെയ്യുന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഈ ഒരു അച്ഛനാണെങ്കിൽ ഇനി അവൻ എൻ്റെ കമ്പനിക്ക് മാനേജറും അല്ല, നിനക്ക് ഫിയാൻസിയോ അല്ല, അവൻ ഒഴിഞ്ഞു പോകണമെന്നുള്ളത്. അവനുണ്ടല്ലോ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ പേര് വെച്ചിട്ട് ഫേക്കായിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കി വിൽക്കുവാണെന്നെല്ലാം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയണതാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിൽ മോളെ നിൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും, അതേപോലെ നിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, നീ എനിക്ക് ഒരാഴ്ച ടൈം ഇതാ, അതിനുള്ളിൽ കറക്റ്റ് തെളിവായിട്ട് ഞാൻ വരാം, അവനാണ് കുറ്റക്കാരെന്ന് ഉള്ള തെളിവായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് അച്ഛനെ അവിടെ നിന്ന് പോകണം. ഹീറോയിനാണെങ്കിലും മനസ്സേക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചു കഴിഞ്ഞാൽ, ഫിയാൻസിയെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിയാണെങ്കിൽ ഫോൺ എടുക്കുക. ആ ഒരു ഇതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് തന്നെയാണ്, ഓഫീസിലേക്ക് തന്നെയാണ്. അപ്പോൾ ഓഫീസിലാണെങ്കിൽ ഇതേപോലെ തന്നെ ഈ പുള്ളിയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. നേരത്തെ നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ട പെണ്ണ് നമ്മുടെ ഹീറോയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ഈ ഫിയാൻസിയുടെ ഫ്രണ്ടല്ല, ബെസ്റ്റ് ഫ്രണ്ടിനോട് ചേർന്നിട്ട് ഹീറോയിൻ്റെ കമ്പനി എങ്ങനെയും അടിച്ചു മാറ്റണം എന്നുള്ള ഒരു പ്ലാനറാണ്. ഹീറോയിൻ ഇതെല്ലാം കേട്ട് മനസ്സുടഞ്ഞുകൊണ്ടാണ്. ഹീറോയിൻ അത്രമേൽ നമ്മുടെ ഈ ഒരു മാനേജർ വിശ്വസിച്ചു. പക്ഷേ മാനേജർ ആണെങ്കിലോ നേരെ വേറെ പരിപാടിയാണ് ഒപ്പിച്ചത്. സോ അപ്പോൾ പോലീസുകാരൻ്റെ ചെയ്യുന്ന ഒരു കോൾ തന്നെയാണ്, ഇതേപോലെ രാവിലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ മരിച്ചു പോയി, വന്ന് ബോഡി വാങ്ങാൻ പറഞ്ഞാണ്. ഇതും കൂടി കേട്ടതോടുകൂടി ഹീറോയിനാണെങ്കിൽ ആകെ തകർന്നുപോയി. ആ ഒരു അവസ്ഥയിൽ നിന്നിട്ടാണ് ഹീറോയിൻ ഇതേപോലെ തൻ്റെ അച്ഛൻ തുടങ്ങി വെച്ച മിഷൻ കംപ്ലീറ്റ് ചെയ്യണം, ഇതേപോലെ മാനേജർ കുറ്റക്കാരനാണെന്ന് തെളിയിക്കണം, എന്നിട്ട് വേണം അവൻ നല്ല ശിക്ഷയൊക്കെ വാങ്ങിക്കൊടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഹീറോയിൻ ഇതേപോലെ മാനേജറുടെ വീട്ടിലേക്ക് വന്ന. അപ്പോൾ നമ്മുടെ ഈ മാനേജറും അതേപോലെ ഹീറോയിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടി സല്ലപിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഈ മാനേജറാണെങ്കിൽ ഇതേപോലെ എനിക്ക് ഓഫീസിൽ നിന്ന് മെസ്സേജ് വന്നായിരുന്നു, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, സോ നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഞാനും പോവാം, സോ നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകണാണ്. അപ്പോൾ ഹീറോയിനാണെങ്കിൽ വന്ന പോലെ തന്നെ സൈലൻ്റ് ആയിട്ട് എസ്കേപ്പ് ആവാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് നിന്നാൽ അവിടെ നിൽക്കുന്ന മാനേജർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ ഹീറോയിനെ കണ്ടിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഫ്രണ്ടിനെ സേഫായിട്ട് പറഞ്ഞു വിട്ടിട്ട് ഇപ്പോൾ ഹീറോയിനെ പിടിച്ച് അടിച്ചേക്കണാണ്. സോ എന്നിട്ട് ഹീറോയിനെ ഇതേപോലെ ഏറ്റവും ടോപ്പിൽ ടെറസിൽ കൊണ്ടുവന്നിട്ട് നിൻ്റെ അച്ഛൻ എനിക്ക് ഭയങ്കര തൊള്ള തന്നു, അതുകൊണ്ടാണ് രാവിലെ തീർത്തിറങ്ങുന്നത്. സിയ എന്ന് പറഞ്ഞ് റൺ ചെയ്തിരുന്ന കമ്പനി ഇനി മുതൽ സൂയു,
അത് എൻ്റെ പേരാ, സോയു എന്നുള്ള പേരിലായിരിക്കും ഇനി ആ കമ്പനി ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും അച്ഛനും മോളും കൂടി ഹാപ്പി ആയിട്ട് ഹേമലിൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ പുള്ളീനെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുമെന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ മേളിൽ നിന്ന് താഴേക്ക് ഇടുന്നതാണ്. ഇതേ സമയം മേളിലൂടെ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഡ്രാമയുടെ ഓപ്പണിംഗ് തന്നെ കണ്ടില്ല, ആ ഒരു വാൽ നക്ഷത്രം പോലത്തെ ഒരു സംഭവം പോകുന്നത്, ആ ഒരു സംഭവം പോണേണ്. സോ അതുകൊണ്ട് തന്നെ ടൈം ആണെങ്കിൽ വീണ്ടും ടൈം ട്രാവൽ ചെയ്യാൻ വേണ്ടി പോണേണ്. സോ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ 2 മാസം മുന്നുള്ളൊരു ഇൻസിഡന്റിലേക്ക് വന്നേക്കുന്നതാണ്. നമ്മുടെ ഹീറോയിൻ കണ്ണ് തുറന്ന് എണീറ്റ് കഴിഞ്ഞാൽ അവളുടെ അച്ഛൻ ജീവനോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവളാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് അച്ഛാ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നല്ലേ പറയുമ്പോൾ എനിക്കെന്ത് കുഴപ്പം, നിനക്കല്ലേ ഉള്ളത്. ഹീറോയിൻ ആണെങ്കിൽ ആകെ കൺഫ്യൂസ് ആയിട്ടിരിക്കുന്നത്. അല്ല അച്ഛാ എനിക്കെന്താ പറ്റി, ഓഹോ കള്ളിപ്പെണ്ണ് നീ അതുപോലും മറന്നുപോയാ, നീ ഇതേപോലെ നിന്റെ ഫിയാൻസി ആയിട്ട് ഹിൽ ക്ലൈമ്പിന് പോയിട്ട് താഴെ വീണ് കാല് ഇതായിട്ട് ഉടഞ്ഞു വന്നിരിക്കണില്ല എന്നെല്ലാം പറയുമ്പോഴാണ് ഹീറോയിനും കാര്യങ്ങളൊന്നും കത്തമ്മ. എന്നാലും അച്ഛനാണെങ്കിൽ എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ അച്ഛനും കൂടെയാണ്. നമ്മുടെ ഹീറോയിൻ അച്ഛൻ പോയതിന് ശേഷം ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ 2 മാസം മുന്നേ വന്നേക്കുന്നുള്ള കാര്യം ഹീറോയിന് മനസ്സിലാവണതാണ്. സോ ഇതിന് ശേഷം എന്തൊക്കെയാണ് നടക്കാൻ പോകണമെന്നെല്ലാം ഹീറോയിൻ ഇതേപോലെ കറക്റ്റായിട്ട് സെൻസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതാണ് അതിനെയൊക്കെ റിയാക്ട് ചെയ്യാനായി. സോ അവിടുന്ന് സീൻ കട്ട് ചെയ്തതിനാൽ നമ്മുടെ ഈ ഒരു ഡ്രാമയിൽ ഹീറോയെ കാണിക്കുന്നതാണ്. ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് ഫോളോ അപ്പ് ചെയ്ത പോലെ കാണിക്കുന്നതാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്തതിനാൽ ഒരു 2 മാസത്തിന് മുന്നുള്ള സംഭവമാണ് കാണിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ അതേപോലെ തന്നെ ഹീറോയുടെ അച്ഛനും പാർട്ട്നേഴ്സായിരുന്നു. ഇവർ ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന വലിയൊരു കമ്പനിയായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബിസിനസ്സിൽ വലിയൊരു ലോസ് തന്നെയാണ്. ആ സമയത്ത് ടി വിയിൽ ന്യൂസിൽ പറയുന്നത് നമ്മുടെ ഹീറോയുടെ അച്ഛൻ ഇതേപോലെ വർക്ക് പ്രഷർ താങ്ങാതെ വാൽക്കണിയിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു എന്നെല്ലാം പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഹീറോക്കാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഹീറോയുടെ അച്ഛൻ ഭയങ്കര ധൈര്യശാലിയാണ്. അതുകൊണ്ട് ഇതിലെന്തോ ഒരു ചതി നടത്തുന്നുണ്ട്, അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഹീറോയിൻ്റെ അച്ഛൻ്റെയും ഫോട്ടോ എല്ലാം വെച്ചിട്ട് ഹീറോയിനെയും ഹീറോയിൻ്റെ അച്ഛനെയും ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് നടക്കുന്നത്. നമ്മുടെ ഹീറോക്കാണെങ്കിൽ ഹീറോയുടെ അച്ഛൻ്റെ നിരപരാധിത്വം എങ്ങനെയെങ്കിലും തെളിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ഹീറോ കഷ്ടപ്പെടുന്നത്. ഇതേ സമയം നമ്മുടെ ഈ ഒരു ഹീറോയുടെ ജൂനിയർ ഫ്രണ്ട് വിളിച്ചിട്ട് പെങ്കൊച്ച് വിളിച്ചിട്ട് സീനിയർ ഇതേപോലെ ഹീറോയിൻ ബോഡി ഗാർഡിനെ വേണമെന്ന്, പേഴ്സണൽ ബോഡി ഗാർഡിനെ വേണമെന്ന് പറഞ്ഞിട്ടൊരു ഇത് ഡാറ്റ ഫൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അപ്ലൈ ചെയ്യണം എന്നെല്ലാം പറയുമ്പോൾ ഹീറോയും അത് എനിക്ക് അപ്ലൈ ചെയ്യണം എന്നെല്ലാം പറഞ്ഞാണ്. ശേഷം ഈ ഒരു പുള്ളിക്കാരിയാണെങ്കിൽ സീനിയർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ ടോപ്പ് സ്റ്റുഡൻ്റാണ് നിങ്ങൾ, അപ്പോൾ നിങ്ങളെന്തിനാണ് ഈ ജോലിക്ക് പോണത്, ഞാൻ വേണമെങ്കിൽ വല്ല ഹെൽപ്പും ചെയ്യാന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്നോട് കൂടുതലും ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട, നിനക്കിത് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ താ, അല്ലെങ്കിൽ ഞാൻ ഇത് വേറെ ആരോടെങ്കിലും ചോദിച്ചോളാം എന്നെല്ലാം പറയുമ്പോൾ ഈ ഒരു പെണ്ണും അത് കാര്യമില്ല ഞാൻ തന്നെ ചെയ്തോളാം എന്നെല്ലാം പറഞ്ഞാണ്. ശേഷം ഈ ഒരു റിസ്യൂം നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ വെക്കുന്നതാണ്. ഹീറോയിനാണെങ്കിൽ ഇത് ഫേക്ക് ആണെന്ന് അറിയാതെ വാവ് നിങ്ങൾ കുറേ ഇടത്ത് ജോലി ചെയ്തിട്ടുണ്ട്, ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലോ എന്നെല്ലാം പറഞ്ഞാണ്. ശേഷം നിങ്ങൾ ഏതൊക്കെ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്തേക്കണമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ തായ്ക്കൊണ്ടോ കരാട്ടെ കുംഫു അങ്ങനെ കുറേ മാർഷൽ ആർട്സിന് ഇത് കാണിക്കണം. നമ്മുടെ ഹീറോയിന് വാവ് ഗുഡ്, സമൂഹം വലിയൊരു സമുദ്രം പോലെയും തോന്നണം. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ്റെ ലാപ്ടോപ്പിൽ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെടണം കണ്ടിട്ട് മാഡം ഞാൻ വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാന്ന് പറയുമ്പോൾ ഹീറോയിനും കൊടുക്കുന്നതാണ്. ഹീറോ അത് 2 നിമിഷം കൊണ്ട് ആ ഒരു ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിനും ആകെ ഷോക്കായിട്ട് നീ കോഡൊക്കെ ക്രാക്ക് ചെയ്യാൻ അറിയുമെന്ന് ചോദിക്കുമ്പോൾ അറിയാം മാഡം, നിങ്ങൾ എന്നെ ജോലിയിൽ എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഹീറോയിനാണെങ്കിൽ ഇവിടെ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നീ സംസാരിക്കുന്നിടയിൽ ഇങ്ങനെ സംസാരിച്ച് മറ്റുള്ളവരെ കൂടി അറിയിക്കുമോ, ഇല്ല മാഡം എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല, എന്നാൽ കൊള്ളാം, ഇനി എനിക്കൊന്നും ചിന്തിക്കില്ല, നീ തന്നെയാണ് എൻ്റെ അസിസ്റ്റൻറ്റ്, അതുകൊണ്ട് തന്നെ നീ ഇവിടെ സിഗ്നേച്ചർ ചെയ്യാൻ പറഞ്ഞാണ് കോൺട്രാക്ട് കൊടുത്തിട്ട്. നമ്മുടെ ഹീറോയും ഇതേപോലെ കോൺട്രാക്ട് വായിച്ച് സിഗ്നേച്ചർ ചെയ്യണം. ഇപ്പോൾ മുതൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അസിസ്റ്റൻറ്റ് കം ബോഡി ഗാർഡും കൂടി അയക്കണാണ്. ഇതേ സമയത്താണ് ഇതേപോലെ നമ്മുടെ ഹീറോയിൻ്റെ ഫിയാൻസി അതേപോലെ തന്നെ അവളുടെ ഫ്രണ്ട് കൂടി കയറി വന്നത്. മുന്നേ നമ്മുടെ ഹീറോയിൻ ഒന്നും അറിയാത്തതുകൊണ്ടായിരുന്നല്ലോ അവരായിട്ട് ഭയങ്കര ജോളിയായിട്ട് സംസാരിച്ചത്. പക്ഷേ ഹീറോയിന് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്താണ് സംസാരിക്കുന്നത്. ശേഷം നമ്മുടെ ഹീറോയെ വരെ ഇതിൻ്റെ ബോഡി ഗാർഡ് ആണെന്ന് പരിചയപ്പെടുത്തുന്നതാണ്. കൂടെ ഇതിൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടിയാണെന്ന് കൂടി പറഞ്ഞിട്ടാണ് ഇവരുടെ അടുത്ത് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഈ ഒരു ഫിയാൻസിയും ഹീറോയിൻ്റെ ഫ്രണ്ടും കൂടി ചേർന്നിട്ട് ഹീറോയെ എങ്ങനെയെങ്കിലും ഹീറോയിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു വിടണം, ജോലിയിൽ നിന്ന് പറഞ്ഞു വിടണം ഹീറോയിനെ കുഴപ്പിച്ചിട്ട്. പക്ഷേ ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര സ്റ്റേബിളായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിനൊന്നും അവർക്ക് ഒരു ചാൻസും കൊടുക്കുന്നില്ല. ശേഷം ഇതൊക്കെ ഒന്നും നമുക്ക് ഈ ഒരു മാനേജർക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടില്ല.
ശേഷം നമ്മുടെ ഈ ഓഫീസിലാണെങ്കിൽ ഹീറോ ഫയൽസ് ആയിട്ട് വരുമ്പോൾ മാനേജർ ആണെങ്കിൽ ഹീറോയുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിലോ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവണാണ്. ശേഷം അല്ല നീ എങ്ങോട്ടേ പോകുന്നു ഇത്രയും ഫയലായിട്ട്? അത് മാഡം പറഞ്ഞു ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, അതുകൊണ്ട് മാഡത്തിന് വേണ്ടിയാണ് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ മാനേജർക്കും പേടിയാവണാണ്. കാരണം ഇതുവരെ ഹീറോയിനാണെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഫയൽസൊക്കെ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് എന്തോ ഒന്നുണ്ടെന്ന് മാനേജർക്ക് മനസ്സിലാവണാണ്. ശേഷം ഹീറോ ആണെങ്കിൽ ഈ ഫയൽസായിട്ട് ഹീറോയിൻ്റെ റൂമിലേക്ക് തന്നെയാണ് വന്നിട്ട് ഹീറോയിൻ്റെ മൊബൈലിലാണെങ്കിൽ ഇതേപോലെ ട്രാക്കിംഗ് ബഗ് ഫിക്സ് ചെയ്യണമാണ്. ഹീറോയിനാണെങ്കിൽ ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നിട്ട് കാര്യമില്ല, നേരെ ഡയറക്റ്റ് കളത്തിലിറങ്ങിയാലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഡിസ്ചാർജ് എല്ലാം മേടിച്ച് നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിൽ ഒരു മെയ്ഡ് മാത്രമാണുള്ളത്. ഹീറോയിൻ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഈ മെയ്ഡിന് ഹീറോയിനോട് ഭയങ്കര സ്നേഹമെന്ന് തോന്നുന്നു. ഹീറോയിൻ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഹീറോയിൻ്റെ അടുത്ത് കുടിക്കാൻ എന്താ വേണ്ടേ, ഭക്ഷണം കഴിച്ചോ, അങ്ങനെ ഇങ്ങനെ സ്നേഹത്തിൽ സംസാരിക്കുന്നതാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഓഫീസിലേക്ക് വന്നതിനാൽ ആദ്യം ചെയ്യുന്നത് ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ പ്രൊമോഷൻ ക്യാൻസൽ ചെയ്തേക്കണതാണ്. ഇതെല്ലാം പറഞ്ഞ് ഫിയാൻസി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എന്തിനാണ് നിന്റെ ഫ്രണ്ടിൻ്റെ പ്രൊമോഷൻ ക്യാൻസൽ ചെയ്തേ, നീ പറഞ്ഞല്ലേ പ്രോമിസ് ചെയ്തല്ലേ ഉറപ്പായിട്ടുണ്ടെന്ന്. അപ്പോൾ ഹീറോയിനാണെങ്കിൽ ഫ്രണ്ടായിരുന്നാലും ഫിയാൻസി ആയിരുന്നാലും നന്നായി ജോലി ചെയ്താൽ മാത്രമേ പ്രൊമോഷനൊക്കെ ഉണ്ടാവത്തുള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാലോ നമ്മുടെ കമ്പനി കഴിഞ്ഞ കുറേ പ്രൊജക്റ്റ് ഫെയിൽ ആയിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു സാഹചര്യത്തിലും അവൾക്ക് പ്രൊമോഷൻ കൊടുത്തതിനാൽ അവൾ ചെയ്ത തെറ്റെന്താണെന്ന് അവൾക്ക് മനസ്സിലാകത്തില്ല. സോ അതെല്ലാം മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്തതെന്നെല്ലാം പറയുമ്പോൾ ഈ ഒരു ഫിയാൻസിക്കും പറയാനായിട്ട് വാക്കുകളില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫിയാൻസിക്ക് അവൻ്റെ ഭാഗം കവർ ചെയ്ത് ക്ലിയർ ചെയ്തിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ബേബി നീ ഇപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത്, നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിനാണെങ്കിൽ തിരിച്ചൊരു ആപ്പ് വെച്ച് കൊടുക്കുന്നതാണ്. അതൊന്നും കുഴപ്പമില്ല, എൻ്റെ ഫിയാൻസിയെ നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഞാൻ എങ്ങനെയാണ് സമാധാനത്തോടെ വീട്ടിൽ പോയിരിക്കുന്നത്, നിന്റെ കഷ്ടപ്പാടിൻ്റെ പകുതി ഞാൻ ഏറ്റോളാമെന്നെല്ലാം നമ്മുടെ ഹീറോയിനും പറഞ്ഞ് നമ്മുടെ ഈ ഒരു ഫിയാൻസിയുടെ വാ അടപ്പിച്ച് കളനാണ്. ഫിയാൻസി ആണെങ്കിൽ വാക്കുകൾ ഇടുന്നില്ല ബാക്കി കാര്യങ്ങൾ പറയുന്നതിനായിട്ട്. അതുകൊണ്ട് തന്നെ ബേബി നമുക്കിന്ന് നൈറ്റ് ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോണേണ്. രാത്രി ആയപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ കുട്ടി ഇതേപോലെ നമ്മുടെ മാനേജറുടെ ഓഫീസിലേക്ക് വന്നേക്കുന്നതാണ്. വന്നപ്പോൾ തന്നെ ഹീറോയുടെ അടുത്ത് അവൻ്റെ കമ്പ്യൂട്ടറിലുള്ള എല്ലാം ചെക്ക് ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പെൺഡ്രൈവിലേക്ക് കോപ്പി ചെയ്തോളാം പറഞ്ഞിട്ട് ഞാൻ വേറെ എവിഡൻസ് കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യണതാണ്. അതേ സമയം സെക്യൂരിറ്റി ആണെങ്കിൽ അങ്ങോട്ടേക്ക് തന്നെയാണ് ഡോറൊക്കെ ക്ലോസ് ചെയ്യാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ അടുത്ത് ഷൂ എന്ന് പറഞ്ഞപ്പോൾ ഹീറോ ആണെങ്കിൽ എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ തന്നെ ഹീറോയുടെ വായിങ്ങനെ പൊത്തിപ്പിടിച്ച് നേരെ ടേബിളിനടിയിലേക്ക് പോണേണ്. സോ ഹീറോയിൻ നോക്കുന്നു, ഹീറോ നോക്കുന്നു, രണ്ടുപേർക്കിടയിൽ സംതിങ്. എന്നാൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പെട്ടെന്ന് മാറിയിട്ട് ഇനി നമുക്കിടയിൽ അങ്ങനെ പാടില്ല, ഇനി എങ്ങാനും നീ എന്നെ അങ്ങനെ കണ്ട എൻ്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുന്നു പറയുമ്പോൾ നമ്മുടെ ഹീറോക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അതിന് മാത്രം എന്താ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാവം ഹീറോ ഇതുപോലെ എല്ലാ ഡോക്യുമെന്റ്സും പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തെടുക്കുന്നത്. എന്നാൽ നമ്മുടെ ഹീറോയിന് ആവശ്യമായ ഒരു ഡോക്യുമെന്റും അതിൽ നിന്ന് കിട്ടിയില്ല. അപ്പോഴാണ് കറക്റ്റായിട്ട് ഫിയാൻസി ഫ്രണ്ടിൽ വന്നിട്ട് നമ്മുടെ ഹീറോയിന് ഇതേപോലെ ഒരു ഡ്രസ്സ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ഇതിന് മുന്നേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ ഈ ഒരു ഫിയാൻസിയെ സ്നേഹിച്ചിരുന്ന സമയത്ത് അപ്പോഴായിരുന്നു ഇതേപോലെ ഡിന്നറിന് വിളിച്ചിട്ട് പ്രപ്പോസ് ചെയ്ത് റിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് അവിടെ ഉള്ള ഫ്രണ്ട്സിൻ്റെയൊക്കെ മുന്നിൽ വെച്ചിട്ട്. അതെല്ലാം നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഹീറോയും കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ആ ഒരു ഫിയാൻസി കൊടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് ഹീറോയുടെ അടുത്ത് തന്നെയാണ്. ഹീറോ ആണെങ്കിൽ ആ ഒരു ഡ്രസ്സ് കണ്ടിട്ട് വായും പൊളിച്ച് നോക്കി നിൽക്കണതാണ് നമ്മുടെ ഹീറോ ഫ്ലാറ്റ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തോടെ വായി പൊളിച്ച് നോക്കിയിരിക്കണേ, വായുടെ അകത്തേക്ക് വല്ല കൊതുകും പോകും, വാ ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞ് നേരെ ഈ ഒരു നമ്മുടെ മാനേജറുടെ വീട്ടിലേക്ക് തന്നെയാണ്. നമ്മുടെ മാനേജറിനാണെങ്കിൽ ഹീറോയിൻ കൂടെ കൊണ്ടു നടക്കുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനേജർ ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഉള്ളൊരു വേറൊരു ഫ്രണ്ടാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് നിന്റെ ഫ്രണ്ടിനെ കാണാത്തതെന്ന് ചോദിക്കുമ്പോൾ അവളെ ഞാൻ വേറൊരു വർക്കിൻ്റെ വിഷയത്തിനായിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് അവളെ പറഞ്ഞുവിട്ടേക്കുവാണെന്ന് നമ്മുടെ ഹീറോയിൻ പറയാനാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഫിയാൻസിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നാലും അത് പുറത്ത് കാണിക്കാതെ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നിനക്ക് മാത്രമേ അഭിനയിക്കാൻ അറിയത്തുള്ളൂ, എനിക്ക് അഭിനയിക്കാൻ അറിയാടാന്ന് പറഞ്ഞ് നമ്മുടെ ഈ ഒരു ഫിയാൻസിയുടെ ഒപ്പത്തിനൊപ്പം ഇതേപോലെ അഭിനയിക്കുന്നത്. ശേഷം ഇവരൊക്കെ ഡിന്നർ കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ എനിക്കൊന്ന് വാഷ്റൂം പോകാനുണ്ട്, ഞാൻ വാഷ്റൂം പോകണമെന്ന് പറയുമ്പോൾ ഇതേപോലെ ഫിയാൻസി ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ ഹീറോയിനാണെങ്കിൽ കൈ കയറി പിടിച്ചിട്ട് അവൻ വല്ല കുട്ടിയൊന്നുമല്ലല്ലോ, അവനറിയാൻ പോകാൻ എന്നെല്ലാം പറഞ്ഞ് ഈ ഒരു ഫിയാൻസിയെ പിടിച്ചെടുത്തിട്ടാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ പറഞ്ഞിട്ടുണ്ടാവും ഇതേപോലെ എവിഡൻസ് കളക്ട് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ നേരെ എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് ചെല്ലണം. എന്നാലും നമ്മുടെ ഒരു ഫിയാൻസിക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട്. ഹീറോയിൻ കുറച്ച് വൈനും കൂടി എക്സ്ട്രാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഡൗട്ട് കൂടുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വൈൻ വേണ്ട എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഇതിൻ്റെ അച്ഛൻ ഇതേപോലെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നാണ്, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇനി പറഞ്ഞേക്കാം അച്ഛൻ്റെ അടുത്ത്, നിനക്ക് ഇഷ്ടമല്ല എന്നെല്ലാം പറയുമ്പോൾ പുള്ളിയാണെങ്കിൽ പേടിച്ചിട്ട് വേണ്ട നീ എന്തോരം വേണമെങ്കിലും ഒഴിക്കും, എന്തോരം വേണമെങ്കിലും ഒഴിക്കുന്നെല്ലാം പറഞ്ഞാണ്. എങ്ങനെയൊക്കെ ആയാലും നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ഘട്ടത്തിന് മേലെ ഈ ഒരു പുള്ളിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോഴാണ് ഇതേപോലെ നമ്മുടെ ഈ ഒരു മാനേജർക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നത്, എനിക്ക് ആ ഒരു ഡോക്യുമെന്റ് എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മാനേജറും തൻ്റെ റൂമിലേക്ക് വന്നിട്ട് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ ചൂടായത് കാണുകയാണ്. സോ ഹീറോ ഇതിനുള്ളിൽ അകത്ത് വന്നിട്ടുണ്ട്, ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തിട്ടുണ്ടെന്ന് നമ്മുടെ ഈ മാനേജർക്ക് മനസ്സിലാവണേണ്. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലും മാനേജർ അകത്തേക്ക് വന്നുകൊണ്ട് തന്നെ ഒരു അലമാരയുടെ ഉള്ളിൽ കയറി ഒളിക്കുന്നതാണ്. മാനേജർ ആണെങ്കിൽ ഒരു ഗോൾഫ് സ്റ്റിക്ക് കയ്യിലെടുത്തിട്ട് ഹീറോയുടെ കഥ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ചിട്ടാണ്. അപ്പോഴാണ് കറക്റ്റ് ടൈമിൽ ഹീറോയിനെ അങ്ങോട്ടേക്ക് കയറി വന്നത്. എന്നിട്ട് വാ പോവാം, എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു പറയുമ്പോൾ, എനിക്ക് കുറച്ച് വർക്കുണ്ട്, ഞാൻ വന്നേക്കാം, നീ പോകാമെന്ന് പറയുമ്പോൾ, ഇല്ല നീ ഇവിടെ നിന്ന് എൻ്റെ ഒപ്പം വന്ന വരെ ഞാനിവിടെ നിൽക്കുമെന്ന് പറയുമ്പോൾ, ഹീറോ ഈ ഒരു ഫിയാൻസി ആണെങ്കിൽ ഹീറോയിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട്, ഓ ബേബി നീ ഇന്ന് നന്നായിട്ട് കിടന്ന് കൊഞ്ചുന്നുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഹീറോയിനെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശേഷം ഹീറോയിൻ്റെ ഒപ്പം പോണാണ്. സോ ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയും നൈസായിട്ട് ആ ഒരു അലമാരയുടെ അകത്ത് നിന്ന് രക്ഷപ്പെടുന്നതാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ മറ്റേ ആ ഒരു മാനേജറുടെ കമ്പ്യൂട്ടറിൽ നിന്ന് കോപ്പി ചെയ്ത ഫയൽസ് എല്ലാം നമ്മുടെ ഹീറോയും ചേർന്നിട്ട് വലിയ രീതിയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സർവൻ്റ് ആണെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി ആണെങ്കിൽ ഇതേപോലെ നൈസായിട്ട് നമ്മുടെ ആ ഒരു ഫിയാൻസി മാനേജർക്ക് മെസ്സേജ് അയക്കണതാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു മെയ്ഡിനെയും നമ്മുടെ ഫിയാൻസി തന്നെയാണ് ഹീറോയിനെ വാച്ച് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹീറോയിനാണെങ്കിൽ വർക്കെല്ലാം ചെയ്ത് ക്ഷീണിച്ചിട്ടാണെങ്കിൽ അവിടെ തന്നെ ഉറങ്ങിപ്പോവാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോക്ക് എന്തോ പോലെ ആയിട്ട് ഹീറോയിനെ എടുത്ത് നേരെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തുന്നതാണ്. കിടത്തിയിട്ട് പോകാൻ നേരം ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ ഇങ്ങനെ മെത്തേറി പിടിച്ചിട്ട് എന്നെ വിട്ട് പോവല്ലേ എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ഹീറോക്കാണെങ്കിൽ എന്തോ ഒരു ഫീൽ ഉണ്ടാവാനാണ്. ആ ഒരു ഫീലിൻ്റെ പുറത്ത് ഹീറോയിനെ കിസ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഹീറോയിനാണെങ്കിൽ അമ്മ എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇതും കൂടി കേട്ടിട്ട് ഹീറോക്കും എന്തോ പോലെ ആവണേണ്. എന്നിരുന്നാലും നമ്മുടെ ഹീറോക്കാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം നമ്മുടെ ഹീറോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഹീറോയുടെ അച്ഛൻ മരിച്ചിട്ടുണ്ടല്ലോ. സോ അതൊരു കൊലപാതകമാണ്, അതിൻ്റെ പിന്നിലെ ദുരൂഹതയും അത് ആരാണ് ചെയ്തതെന്നെല്ലാം കണ്ടുപിടിക്കാനായിട്ടാണല്ലോ നമ്മുടെ ഹീറോ വന്നേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് വിട്ടു കഴിഞ്ഞാൽ വേറെ ചാൻസ് ഇനി കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഉറങ്ങി കിടക്കുന്ന ടൈമിൽ വന്നിട്ട് അവിടേക്ക് ഇങ്ങനെ തപ്പണാണ്. അപ്പോഴാണ് ഇതേപോലെ ഡ്രോയറിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടുന്നത്. ആ ഫോട്ടോയിലാണെങ്കിൽ ഹീറോയിൻ്റെ അച്ഛനും ഹീറോയുടെ അച്ഛനും ഉണ്ട്, പക്ഷെ മൂന്നാമതൊരു വ്യക്തി കൂടി ഉണ്ട്, പക്ഷെ അത് കീറിക്കളഞ്ഞേക്കുവാണ്. അതിൻ്റെ ബാക്കിലാണെങ്കിൽ ഇതേപോലെ, എനിക്ക് അവനോട് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ സാധിക്കത്തില്ല, നിന്റെ മരണത്തിൻ്റെ പിന്നിൽ അവനുണ്ട്, എന്തായാലും നീ പേടിക്കണ്ട, ഒരു നാൾ സത്യം പുറത്ത് വന്നിരിക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഇതെല്ലാം വായിച്ചിട്ട് നമ്മുടെ ഹീറോക്കും മനസ്സിലാവണയാണ് ആ ഒരു മൂന്നാമത്തെ വ്യക്തിയാണ് ഹീറോയുടെ അച്ഛൻ്റെ മരണത്തിന് കാരണമെന്ന്. പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇതേപോലെ തെരുവ് കാണിച്ചിട്ട് ഇതേപോലെ നമ്മുടെ ആ ഒരു ഫിയാൻസിയും മാനേജർ ഇവർ കുറച്ച് ഓഫീസിലെ ആളുകളെല്ലാം ചേർന്നിട്ട് ഇതേപോലെ നമ്മുടെ കമ്പനിയുടെ പേരിൽ ഫേക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇനി തുടർന്ന് നടന്നുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി വളരെ നല്ല ഡൗണിലേക്ക് പോയിട്ട് നമ്മളെല്ലാവരും തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുത്തേ മതിയാവുമെന്ന് നമ്മുടെ ഹീറോയിനും ഇതേപോലെ അച്ഛൻ്റെ അടുത്ത് പറയണേ. നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനും കാര്യത്തിൻ്റെ സീരിയസ്നെസ് ഒക്കെ മനസ്സിലാക്കിയിട്ട്, ആ മോളെ ഞാൻ ഇതിനൊരു തീർപ്പുണ്ടാക്കാം, ഞാൻ ഇപ്പോൾ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഫുള്ള് വിളിച്ചിട്ട് ഈ ഒരു സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന് അവന് വേണ്ട പണിഷ്മെന്റ് എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ അച്ഛനും അവിടെ നിന്ന് എണീറ്റ് പോകണം. പിന്നെ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ്റെ PA വിളിച്ചിട്ട് ഹീറോയിൻ്റെ അച്ഛനൊരു ആക്സിഡന്റ് നടന്നു എന്നുള്ളൊരു ന്യൂസാണ് പറയുന്നത്. ഇത് കേട്ട് നമ്മുടെ ഹീറോയിൻ ആകെ ഷോക്കായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയുന്നത് ഇതേപോലെ ഹീറോയിൻ്റെ അച്ഛൻ കോമയിലേക്ക് പോയി, ഇനി എപ്പോൾ തിരിച്ചു വരുമെന്നും അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞാണ്. സോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വളരെ നല്ല ദേഷ്യത്തിൽ അതേപോലെ തന്നെ സങ്കടത്തിന് പുറത്തേക്ക് തന്നെയാണ് ഇതെല്ലാം ചെയ്തത് ഇതേപോലെ ഫിയാൻസി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ PA ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ തടുത്ത് നിർത്തണാണ്. PA ആണെങ്കിൽ മോള് ഒരു കാരണവശാലും എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കരുത്, കാരണം നമ്മുടെ ഈ ഒരു കമ്പനി ഇപ്പോൾ പോകുന്ന ഈ ഒരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ തരണം ചെയ്യണമെങ്കിൽ മോളല്ലെങ്കിൽ മോളുടെ അച്ഛൻ ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കണം. സോ ആലോചിച്ചും കണ്ട് തീരുമാനങ്ങൾ എടുത്താൽ മതി എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിനും അത് മനസ്സിലാക്കിയിട്ട്, ആ അങ്കിൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ അവനെതിരെയുള്ള എല്ലാ തെളിവുകളും കൊണ്ടുവരാം, അതുവരെയും അങ്കിൾ എൻ്റെ അച്ഛനെ സുരക്ഷിതമായി നോക്കണം എന്ന് പറഞ്ഞ് ഹീറോയെ വിളിച്ച് ഹീറോയിനാണെങ്കിൽ വീട്ടിലേക്ക് തന്നെയാണ്. വീട്ടിലേക്ക് വന്ന് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണെങ്കിൽ ആകെ സാധനങ്ങളെല്ലാം അലങ്കോലമായിട്ട് എന്തോ ഒരു സെർച്ച് നടന്നേക്കണ പോലെ മനസ്സിലാവണതാണ്. സോ നമ്മുടെ ഹീറോ ആണെങ്കിൽ അപ്പോൾ പറയണതാണ്, വീട്ടിന് അകത്തുള്ള ആരോ ആണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിയാൻസിയുടെ ആൾക്കാരാണ് ഇതെല്ലാം വന്ന് ചെയ്തേക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ ഹീറോയിനും പറഞ്ഞാണ്, അതെ നമ്മുടെ ഹീറോയിൻ ആലോചിക്കുമ്പോൾ ഇതേപോലെ മറ്റേ ആ ഒരു വേലക്കാരിയാണെങ്കിൽ നമ്മുടെ ഹീറോയിനും അച്ഛൻ്റെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് ഒളിഞ്ഞു കേൾപ്പുണ്ടായിരുന്നല്ലോ, അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഹീറോയിനാണെങ്കിൽ അകത്ത് വന്നു കഴിഞ്ഞാൽ
ഇതേപോലെ എവിഡൻസ് ഒന്നുമില്ലല്ലോ. അപ്പോൾ ഹീറോയിൻ അടുത്തായിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ ഇതേപോലെ ഇങ്ങനെ ഹീറോയിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ ഇനി ഒരു നിമിഷം പോലും നമ്മളിവിടെ നിന്നുകൂടാ, നീ നിന്റെ തിങ്സൊക്കെ പാക്ക് ചെയ്തോ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, ഇനി ഞാനും നീയും ഒരുമിച്ചാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹീറോയുടെ കിളിയൊക്കെ പറഞ്ഞാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്ത് ഒരുമിച്ചോ നമ്മളോ രണ്ടുപേരോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനാണെങ്കിൽ നീ വിചാരിച്ച പോലെ ലിവിങ് ടുഗദർ ഒന്നും അല്ല, ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങുന്നവരെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു റൂമിൽ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ ഹീറോക്ക് പിന്നെ ഒരു ആപ്പ് കിട്ടുന്നതാണ്. കാരണം ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ID പ്രൂഫ് കാണിക്കേണ്ടി വരും. സോ ID പ്രൂഫ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ ഫേക്കായിട്ടുള്ള ഒരു രീതിയിലാണല്ലോ വന്നേക്കുന്നത്. അപ്പോൾ ഹീറോനെ അത് കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോ ആണെങ്കിൽ ഇതേപോലെ മാഡം നമ്മൾ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റൂമിലാണ് താമസിച്ചെങ്കിൽ ഭാവിയിൽ നമുക്ക് രണ്ടുപേർക്കും കല്യാണം പോലും നടക്കില്ല. അതുമാത്രമല്ലാതെ നമ്മൾ വലിയൊരു റൂമറിൽ പെടും. എല്ലാവരും ഇടക്കിടക്കിടക്ക് റൂമർ പറഞ്ഞ് നമ്മുടെ ലൈഫ് തന്നെ ഇല്ലാതാക്കുന്നെല്ലാം പറഞ്ഞ് ശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ നമുക്ക് എൻ്റെ വീട്ടിൽ പോകാം, അതാകുമ്പോൾ സേഫാണെന്നെല്ലാം പറയുമ്പോൾ ഹീറോയിനും അത് മനസ്സിലാക്കിയിട്ട് നേരെ ഹീറോടൊപ്പം വീട്ടിലേക്ക് തന്നെയാണ്. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ കഴുത്തിലെ ആ ഒരു മാല ശ്രദ്ധിക്കുന്നതാണ്. ഈ ഒരു മാല തന്നെയായിരിക്കും ഹീറോയുടെ അച്ഛനും ഹീറോക്ക് കൊടുത്തിട്ടുണ്ടാവുക. സോ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, മാഡം ഈ ഒരു ഡിസൈൻ എവിടെ നിന്നാണ് ചെയ്തതെന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിനാണെങ്കിൽ ഇത് എൻ്റെ അച്ഛനും അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടി ചേർന്നിട്ടാണ് ചെയ്തത്, എൻ്റെ അച്ഛന് എൻ്റെ ആ ഒരു അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഭയങ്കര സ്നേഹമെന്നെല്ലാം പറഞ്ഞാണ്. ശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് എവിടെ നിന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു 10 വർഷത്തിന് മുന്നേ മരിച്ചുപോയി. എന്നിരുന്നാലും എൻ്റെ അച്ഛനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മരിച്ചുപോയ കാര്യം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അവിടെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിങ്സ് ഫുള്ളുണ്ടായിരുന്നു. അതാണെങ്കിൽ ആരെ കൊണ്ടും തൊടിക്കത്തുമില്ല. ഞങ്ങളുടെ ഓഫീസ് ഇതേപോലെ ഷിഫ്റ്റ് ചെയ്തപ്പോഴും ഒരു റൂമിൽ സെപ്പറേറ്റ് ഇതേപോലെ അദ്ദേഹത്തിൻ്റെ തിങ്സ് ഫുള്ള് വെച്ച് എൻ്റെ അച്ഛനാണെങ്കിൽ അതവിടെ സൂക്ഷിക്കുമായിരുന്നു. അതുമാത്രമല്ല വർഷാവർഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം വരുമ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ ആ റൂമിലായിരിക്കും അന്ന് ഫുള്ളെന്നെല്ലാം ഹീറോയിനും പറഞ്ഞാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോക്കാണെങ്കിൽ ഇവരെല്ലാം കുറ്റക്കാരെന്ന് മരണത്തിന് പിന്നിലെന്നും നമ്മുടെ ഹീറോക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് 10 വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു സംഭവമാണ്. ഇതേപോലെ ഞങ്ങളുടെ കമ്പനി കടമൊക്കെ വന്ന് കീറി മുടിഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ പ്രഷർ താങ്ങാൻ വയ്യാതെ ടെറസിൽ നിന്ന് ആത്മഹത്യ ചെയ്തെന്നാണ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞതെന്ന് ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ അടുത്ത് പറയണേ. നമ്മുടെ ഈ ഒരു ഹീറോയ്ക്കാണെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം തൻ്റെ അച്ഛൻ അങ്ങനെ ഒരു പേടിത്തോണ്ടനല്ല, ഭയങ്കര ധൈര്യപൂർവ്വത്തോടെ എന്ത് കാര്യവും നേരിടുന്ന ഒരു വ്യക്തിയാണ്. സോ അത് മാത്രം ഹീറോക്കാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ ഈ ഒരു മരണത്തിന് പിന്നിലുള്ള മർമ്മമെല്ലാം കണ്ടുപിടിച്ച് അതിനെതിരെ എന്തായാലും പോരാടണമെന്നെല്ലാം ഹീറോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ്റെ അടുത്ത് നമ്മുടെ ഹീറോ പറഞ്ഞാണ്, പേടിക്കേണ്ട മാഡം, നിങ്ങളെ ഞാൻ രക്ഷിക്കും എന്ന് പറയുമ്പോൾ ഹീറോയിനാണെങ്കിൽ തമാശയ്ക്ക് അയ്യോ നീ എന്നെന്താ ലവ് ചെയ്യുവാണോ അതിനെ രക്ഷിക്കാന്നെല്ലാം പറയുമ്പോൾ ഹീറോ ആണെങ്കിലോ ഞാനോ നിങ്ങളെയോ എൻ്റെ റേഞ്ച് തന്നെ വേറെയാ. അപ്പോൾ ഇത് കേട്ടിട്ട് ഹീറോയിനാണെങ്കിൽ നീ എന്താ അത്രക്ക് വലിയ സുന്ദരനാണോ, നീ എന്താ അത്ര വലിയ ലെവലാണോ എന്നെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ തമാശക്ക് തല്ലുകൂടി കളിക്കുന്നതാണ്. അവിടെ നിന്ന് സിംഗിട്ട് ചെയ്തതിനാൽ നമ്മുടെ ഈ ഒരു ഹീറോയിൻ്റെ കമ്പനിയെ വലിയൊരു ഫാഷൻ ഷോയിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അതിൻ്റെ റീസൺ അറിയുന്നതിനായിട്ട് അതിൻ്റെ കോർഡിനേറ്ററുടെ അടുത്തേക്ക് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ വന്നേക്കുന്നതാണ്. സോ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു കാരണവുമില്ലാതെ ഞങ്ങൾ ഈ ഒരു ഫാഷൻ ഷോയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഈ പുള്ളി ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഹീറോയിൻ്റെ ടീമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളവരുടെ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ആ ഒരു ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കണം. നമ്മുടെ ഹീറോയിനും ദേഷ്യം കയറിയിട്ട് അവസരം ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. നമ്മുടെ ഈ ഒരു കോർഡിനേറ്റർ ആണെങ്കിൽ എണീറ്റ് നിന്നിട്ട് ഞാൻ നിനക്കും നിൻ്റെ കമ്പനിക്കും അവസാനമായിട്ടൊരു ചാൻസ് തരാം, പകരം ഇന്ന് നൈറ്റ് നീ എൻ്റെ ഒപ്പം സ്റ്റേ ചെയ്യണമെന്നെല്ലാം പറഞ്ഞാണ്. ഇതേ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ റൂമിലേക്ക് തന്നെയാണ്. എന്നാൽ റൂമിലാണെങ്കിൽ ഹീറോയിനെ കാണാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓൾറെഡി ഒരു ബഗ് ഫിക്സ് ചെയ്തായിരുന്നല്ലോ ട്രാക്ക് ചെയ്യണം. മൊബൈലിൽ നോക്കുമ്പോൾ ഹീറോക്ക് മനസ്സിലാവണതാണ് ഹീറോയിൻ എവിടെയാണെന്ന്. സോ ഇവിടെ ആണെങ്കിലോ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇയാൾ പറയുന്നത് കേട്ട് ദേഷ്യം വന്നിട്ട് കയ്യിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് അയാളുടെ മുഖത്തടിക്കുന്നതാണ്. എന്നിട്ടാണെങ്കിലോ അയാളുടെ മുഖത്തൊക്കെ ഒരു ഇടി വെച്ച് കൊടുത്തിട്ട് നിനക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ കൊച്ചുമോളുടെ പ്രായമുള്ള എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമെന്ന് പറഞ്ഞ് അയാളായിട്ട് അവിടെ ഫൈറ്റ് നിൽക്കുകയാണ്. നമ്മുടെ ഹീറോയും ഇതേ സമയം അങ്ങോട്ടേക്ക് കടന്നു തന്നെയാണ്. ശേഷം നമ്മുടെ ഹീറോയും അയാളെ ഇതേപോലെ ഫൈറ്റ് ചെയ്യാനാണ്. ഇവരെല്ലാവരും നേരെ ചെന്ന് ചാടിക്കൊടുക്കുന്നത് ആ ഒരു ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു ഹെഡ് ഉണ്ടാവുമല്ലോ, ഒരു പ്രോഗ്രാമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഹെഡിൻ്റെ ഫ്രണ്ടിലേക്കാണ്. ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ കാര്യങ്ങളെല്ലാം ഹെഡിൻ്റെ അടുത്ത് പറഞ്ഞത് ഇതേപോലെ എൻ്റെ അടുത്ത് തെറ്റായ രീതിയിൽ ഇവർ നടന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെല്ലാം പറഞ്ഞത്.
അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെഡാണെങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളെ ഈ ഒരു ടെർമിനേറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് ഞാൻ അറിയാതെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ അറിഞ്ഞുകൊണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്തായാലും വാൺ ചെയ്തേനെ. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾ ഈ ഒരു ഫാഷൻ കോമ്പറ്റീഷനിൽ നിങ്ങളുടെ ടീമിന് ഞങ്ങൾ അനുവാദം തന്നിരിക്കുന്നതെല്ലാം ഈ പുള്ളിക്കാരൻ വാക്ക് കൊടുക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതൊക്കെ ആഘോഷിക്കാനായിട്ട് വെള്ളമൊക്കെ അടിച്ച് കിറങ്ങിയിട്ട് നടക്കാൻ പോലും വയ്യാതെ. സോ നമ്മുടെ ഹീറോ കഷ്ടപ്പെട്ട് മുതുകിലൊക്കെ ചുമന്നുകൊണ്ട് തന്നെയാണ്. എന്നാൽ അവിടെ നിന്ന് ഒച്ചപ്പാടും വെള്ളം തന്നെയാണ് വീട്ടിലേക്ക് വരുമ്പോൾ. സോ വീടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ സോഫയിൽ കയറി നിന്നിട്ട് ഇതേപോലെ ഈ ചെരുപ്പൊക്കെ എടുത്ത് നമ്മുടെ ഹീറോയുടെ മേലെ എറിയാനാണ് കാലിട്ടേച്ച. ശേഷം എനിക്ക് ചൂടെടുക്കണമെന്ന് പറഞ്ഞ് ഡ്രസ്സും കൂടി ഇങ്ങനെ അഴിക്കാൻ വേണ്ടി വരുമ്പോൾ വേണ്ട 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 ഡ്രസ്സൊന്നും അയക്കണേ, ഞാൻ നിനക്ക് വേണമെങ്കിൽ ഫാൻ ഇട്ടിരാന്നെല്ലാം പറഞ്ഞ് ഹീറോ ഇങ്ങനെ സമാധാനിപ്പിക്കണാണ്. ശേഷം ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് നിർത്താതെ പാട്ട് പാടാൻ തുടങ്ങാണ്. അപ്പൊ തന്നെ ഹീറോ എന്നിട്ട് വാ പൊത്തി പിടിക്കാൻ നോക്കണാണ്. പാട്ടിപ്പം നീ പാടല്ലേ അടുത്തുള്ളവരെല്ലാവരും എന്ത് വിചാരിക്കും? അങ്ങനെ ഞാൻ പാട്ട് പാടാതിരിക്കണമെങ്കിൽ നീ എനിക്ക് നല്ലൊരു പാട്ട് പാടി തന്നെ ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ അടുത്ത് പറയണേ. നമ്മുടെ ഹീറോയ്ക്കും വേറൊരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ പാട്ട് പാടാനായിട്ട് തുടങ്ങുകയാണ്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ കിടന്ന് പാട്ട് പാടാനാണ്. ശേഷം ഹീറോ നിർത്താൻ നേരത്ത് ഹീറോയിനാണ് സമ്മതിക്കത്തില്ല. അങ്ങനെ ആ ഒരു രാത്രി പകുതി വരെയും ഹീറോയിനെ കൊണ്ട് ഇങ്ങനെ പാട്ട് പാടിക്കുന്നതാണ്. അവസാനം ഹീറോ ദേഷ്യം കയറിയിട്ട് ഞാൻ 11 തവണ പാട്ട് പാടി, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ സമ്മതിക്കുന്നില്ല. സോ ഹീറോ ആണെങ്കിൽ വേറെ വഴിയില്ലാതെ ഹീറോയിൻ്റെ കൈ ഇങ്ങനെ ലോക്ക് ചെയ്യണാണ്. ഹീറോയിൻ എന്ത് വിചാരിച്ചു എന്ന് അറിയത്തില്ല. നമ്മുടെ ഹീറോയെ ആണെങ്കിൽ കിസ് ചെയ്യാൻ തോന്നുകയാണ്. സോ ഹീറോയിനും കിസ് ചെയ്യാനാണ്. നമ്മുടെ ഹീറോക്കും ലോട്ടറി അടിച്ച ഒരു ഫീലിൽ ഹീറോയിൻ തിരിച്ച് കിസ് ചെയ്യാനാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിനാണെങ്കിൽ വെള്ളം അടിച്ച് ബോധമില്ലാത്ത നടന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നുകൊണ്ട് തന്നെ ഹീറോയെ ഫേസ് ചെയ്യാൻ മടിയായതുകൊണ്ട് തന്നെ ഹീറോ കാണാതെ നേരെ ഓഫീസിലേക്ക് വന്നേക്കാണ്. എന്നിട്ട് ഹീറോയിനും ആണെങ്കിൽ ഹീറോക്ക് മെസ്സേജ് ഇട്ടേക്കുവാണ്, ഇന്ന് നിനക്ക് ലീവാണ്, നീ ഓഫീസിന്റെ ഭാഗത്തേക്ക് വരാനേ പാടില്ല എന്നെല്ലാം പറയണാണ്. ശേഷം ഹീറോയിനാണെങ്കിൽ ഹീറോ വീട്ടിൽ നിന്ന് ഹീറോയിന്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടാവും, അതിങ്ങനെ എടുത്ത് നോക്കണേ. ആ ഫോട്ടോ നോക്കിയിട്ട് ഹീറോയിനാണെങ്കിൽ അവൻ എൻ്റെ മേൽ ഭയങ്കരമായിട്ടുള്ള പ്രണയമാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ടിരിക്കുന്നത്. അയ്യോ, അതുകൊണ്ടായിരിക്കും അവൻ ഇന്നലെ രാത്രി കിസ്സൊക്കെ ചെയ്തത്. പക്ഷെ എനിക്ക് അവൻ്റെ മേൽ ഒരു ഫീലിങ്സും ഇല്ല. ഞാനങ്ങനെ അവനെ റിജക്റ്റ് ചെയ്ത് അവൻ സൂയിസൈഡ് ചെയ്തതിനാൽ എൻ്റെ പൊന്നും എനിക്കത് ആലോചിക്കാനേ വയ്യ. എൻ്റെ ദൈവമേ, ഞാൻ വന്ന് വിട്ടേക്കണ വലിയ പ്രശ്നത്തിലാണോ എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയിനാണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് പുലമ്പണാണ്. ഇതേ സമയം ഫിയാൻസി ആണെങ്കിൽ ആ ഒരു ഫാഷൻ കോമ്പറ്റീഷനിൽ നമ്മുടെ ഹീറോയിൻ്റെ കമ്പനി എല്ലാ തടകളും പൊളിച്ച് ആ ഒരു ഇതിലേക്ക് വന്നേക്കുന്ന കാര്യം മനസ്സിലാക്കി ആകെ ടെൻഷനായിട്ട് ഇതേപോലെ മോഡലിനെ വിളിച്ചിട്ട്, നീ ആ ഒരു ഫാഷൻ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്നാൽ ഞാൻ നിനക്ക് കുറേ പൈസ തരാമെന്ന് പറഞ്ഞാണ്. സോ പൈസക്ക് ആശപ്പെട്ടിട്ട് ഇതേപോലെ ആ ഒരു പെൺകുട്ടിയും പിന്മാറണാണ്. സോ ഹീറോയിനാണെങ്കിൽ വേറെ വഴിയൊന്നും ഇല്ലാതെ നിന്നിട്ട് ഹീറോയിന് ഒരു ഐഡിയ കിട്ടണതാണ്, നമ്മുടെ ഹീറോയെ മോഡലാക്കാൻ പോണേന്ന് പറയണത്. അപ്പോൾ ഹീറോ ആണെങ്കിൽ ഇത് സമ്മതിക്കില്ല. അപ്പോൾ ഹീറോയിനാണെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് റിക്വസ്റ്റ് അല്ല ചെയ്തത്, ജസ്റ്റ് ഇൻഫോമാണ് ചെയ്തത്. നീ എൻ്റെ അസിസ്റ്റൻ്റ് ആണ്, അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും നീ ഒരക്ഷരം പോലും തിരിച്ചു പറയാതെ കേൾക്കണം എന്ന് പറഞ്ഞ് ഹീറോയിനാണെങ്കിൽ ഹീറോയിനെ പറഞ്ഞു വിടണേ. നമ്മുടെ ഹീറോക്കും വേറെ വഴിയൊന്നുമില്ല. നമ്മുടെ ഹീറോയും ആ ഒരു ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണതാണ്. ആ ഒരു ഷോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഈ ലൈവ് ഷോയിൽ ഇങ്ങനെ വന്ന് കണ്ടിട്ടില്ലേ മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്, അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. സോ അവരൊക്കെ എക്സ്പെക്ട് ചെയ്തതിനും മേളിലാണ് ഈ ഒരു ഷോ വലിയ രീതിയിൽ ഫാൻസൊക്കെ ആവണത്. സോ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോ ആണെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ ജൂനിയറുടെ നിന്ന് കോൾ തന്നെയാണ്. സോ അതൊക്കെ സംസാരിച്ച് വരുമ്പോഴാണ് പുറത്ത് ഫിയാൻസി വേറെ ഏതൊരു വലിയ ബിസിനസ്മാനായിട്ട് സംസാരിക്കുന്നത് കാണുന്നത്. ഈ ഒരു ബിസിനസ്മാൻ വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെയും അച്ഛൻ്റെ പാർട്ട്ണറായിരുന്നു. സോ നമ്മുടെ ഹീറോയുടെ അച്ഛൻ മരിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു ഇയാൾ ഈ പാർട്ട്ണർഷിപ്പൊക്കെ ക്യാൻസൽ ചെയ്ത് വേറെ പുതിയ കമ്പനി തുടങ്ങിയത്. സോ നമ്മുടെ ഹീറോക്കും സംശയമാവണയാണ്. നമ്മുടെ ഹീറോയും ഇതിന് മുന്നേ നടന്ന ഇൻസിഡന്റ് എല്ലാം കൂടി ഇങ്ങനെ ചേർക്കുമ്പോൾ ഹീറോക്കും എന്തൊക്കെയോ ഡൗട്ട് അടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാത്രി ആ പുള്ളി അറിയാതെ പുള്ളിക്കാരൻ്റെ ഓഫീസ് റൂമിൽ ഹീറോയുടെ അച്ഛൻ്റെ പേരിൽ എന്തെങ്കിലും എവിഡൻസ്, നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന എവിഡൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ്റെ കമ്പനിയിലെ ഷെയർസ് ഈ ഒരു മാനേജർ ഇതേപോലെ ഫേക്കായിട്ട് വിൽക്കുന്ന കാര്യമൊക്കെ മനസ്സിലാവുന്നത്. സോ നമ്മുടെ ഹീറോക്ക് മനസ്സിലാവണയാണ് ഈ ഒരു പുള്ളിക്കാരൻ മാനേജർ ഒറ്റക്കല്ല ഇതേപോലെ ഹീറോയിൻ്റെ കമ്പനി കുളം തോണ്ടാൻ വേണ്ടിയിട്ടും ഷെയർസ് വിൽക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത്, കൂട്ടത്തിന് ഇയാളും ഉണ്ടെന്ന്. സോ നമ്മുടെ ഹീറോ ആണെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്യണം. ഇതേ സമയം അദ്ദേഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഈ ഒരു ബിസിനസ്മാൻ്റെ ഓഫീസിൽ ആരോ കയറിയ കാര്യം CCTV വഴി ഇവരും കാണുകയാണ്. സോ ഈ പുള്ളിയും ഇത് ആരാണെന്ന് അന്വേഷിക്കാനായിട്ട് പറഞ്ഞാണ്. ശേഷം ന്യൂസിലാണ് കാണിക്കുന്നത്, ഓൺലൈൻ ന്യൂസിൽ ഇതേപോലെ ഹീറോയിൻ്റെ കമ്പനിയിൽ ഫേക്ക് ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്നത് ഇതേപോലെ മാനേജറും അതേപോലെ അവിടുത്തെ കുറച്ച് സ്റ്റാഫും ചേർന്നിട്ടാണ്. ഇതേപോലെ തെളിവ് ഉൾപ്പെടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇങ്ങനെ
പ്രചരിപ്പിക്കുന്നതാണ്. സോ നമ്മുടെ ഹീറോയിന് ഇത് കണ്ടിട്ട് ആരാണിത് ചെയ്തതെന്ന് ഒന്നും അറിയത്തില്ല. നമ്മുടെ ഹീറോയിനും ഇത് ആരായിരിക്കും അപ്ലോഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് പല പുകഞ്ഞിങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോഴങ്ങോട്ടേക്ക് ഒരു സ്റ്റാഫ് കയറി വന്നിട്ട് ഇതേപോലെ മാഡത്തിൻ്റെ ഫിയാൻസിയെയും, അതായത് നമ്മുടെ മാനേജറിനെയും മാഡത്തിൻ്റെ ഫ്രണ്ടിനെയും പോലീസുകാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞാണ്. സോ നമ്മുടെ ഹീറോയിനും സന്തോഷമാവണാണ്. കാരണം ഇത്ര നാൾ നമ്മുടെ ഹീറോയിനും ഇതിനു വേണ്ടിയല്ലേ കാത്തിരുന്ന് വെച്ചത്, ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി. എന്നാൽ മാത്രമല്ലേ ഹീറോയിന് ആ ഒരു എവിഡൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അതൊന്നും കിട്ടിയില്ലല്ലോ. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഹീറോയിനും ഭയങ്കരമായിട്ട് സന്തോഷമാണ്. ഇതും കൂടി ആയപ്പോൾ ആ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ വളരെയധികം ദേഷ്യം തന്നെയാണ്. നമ്മുടെ ഹീറോ ആരാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയായിരുന്നു. സോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്താണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് ആളുകളെ വെച്ച്. നമ്മുടെ ഈ ഒരു ആളുകളും ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്തിട്ട് ഹീറോക്ക് അയച്ചു കൊടുത്തിട്ട് ഇവളെ വേണമെങ്കിൽ നീ ഞങ്ങളുടെ അടുത്തേക്ക് വന്നെന്ന് പറഞ്ഞാണ്. നമ്മുടെ ഹീറോയുടെ ഭാഗ്യം അവിടെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഒരാൾ മാത്രമായിരുന്നു. സോ അവനെ നമ്മുടെ ഹീറോ അടിച്ചിട്ടിട്ട് ഹീറോയിനെ രക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നത് സേഫല്ല. സോ നമുക്കൊരു സേഫായിട്ടുള്ള സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയുടെ അച്ഛന് വേണ്ടിയിട്ട് ഒരു റൂമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയില്ല ഓർമ്മ ദിവസത്തിനൊക്കെ വേണ്ടിയിട്ട്. ആ ഒരു റൂമിലേക്ക് ഹീറോയിനാണെങ്കിൽ ഹീറോയും കൊണ്ട് വന്നേക്കുവാണ്. ആക്ച്വലി നമ്മുടെ ഹീറോയിനും ഹീറോ ആരാണെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായിരിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു തട്ടിക്കൊണ്ടുപോയ ആൾക്കാരുണ്ടല്ലോ, അവർ ഹീറോയെ പറ്റി സംസാരിച്ചിട്ടുണ്ടാവും. അപ്പം അതൊക്കെ കേട്ടിട്ട് ഹീറോയിന് മനസ്സിലാക്കിയേക്കാണ്. ശേഷം ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ അടുത്ത് പറഞ്ഞാണ്, ഇത്ര നാൾ നീ എന്തുകൊണ്ടാണ് ഈ ഒരു സത്യങ്ങളെല്ലാം മറച്ചു വെച്ച് ഫേക്കായിട്ടുള്ളൊരു രൂപം ധരിച്ചെന്നും നമ്മുടെ ഹീറോയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ നീ നിൻ്റെ അച്ഛനും ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. സോ എനിക്ക് അങ്ങനെ ഒരു വിചാരണ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് എൻ്റെ ഐഡന്റിറ്റി പറഞ്ഞിട്ട് വന്ന് സംസാരിക്കണേ. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ നീ ഇപ്പോൾ ഞങ്ങളുടെ മേലുള്ള സംശയമൊക്കെ മാറിയെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും മാറി. കാരണം ആ ഒരു മാനേജറാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, ആ ഒരു ബിസിനസ്മാനാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ മേലിൽ ഇപ്പോൾ ഒരു ഡൗട്ട് ഇല്ലെന്ന് പറയുമ്പോൾ ഹീറോയിനാണെങ്കിൽ എനിക്ക് ഒരു കാരണവശാലും നിന്നോട് ഇനി തുടർന്ന് പോകാൻ സാധിക്കത്തില്ല. നീ എൻ്റെ PA ആയിരുന്നു, എൻ്റെ എല്ലാമായിരുന്നു. പക്ഷേ നീ എന്നെ വിശ്വാസവഞ്ചന ചെയ്തു. നീ ഈ ഒരു കാരണത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ കൂടി തന്നെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇത് നിന്നാൽ ശരിയാവത്തില്ല എന്നെല്ലാം പറഞ്ഞാണ്. സോ നമ്മുടെ ഹീറോ ആണെങ്കിൽ നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞാണ്. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഞാൻ നിന്നെ ലവ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഹീറോയിനെ കിസ് ചെയ്യുന്നതാണ്. സോ അവിടുന്ന് സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹീറോയിൻ്റെ അച്ഛൻ്റെ PAയുടെ അടുത്ത് നിന്ന് ഹീറോയിന് കോൾ വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി ബിസിനസ്മാൻ്റെ ആളാണ് ഇതേപോലെ നമ്മുടെ ഈ ഒരു PA അടിച്ചിട്ട് കെട്ടിയിലിട്ട് ഫാമിലി ഫോട്ടോ കാണിച്ച് പേടിപ്പിച്ചിട്ടാണ് ഹീറോയിനെ വിളിപ്പിക്കുന്നത്. സോ ഇങ്ങേരും വേറെ വഴിയില്ലാതെ ഹീറോയിനെ വിളിച്ചിട്ട് മോളെ നീ എവിടെയാണ്, സേഫാണെന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിനും ഇതേപോലെ എൻ്റെ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഓഫീസിൽ ഞങ്ങൾ മറിഞ്ഞിരിക്കുകയാണെന്നെല്ലാം പറഞ്ഞാണ്. സോ അവർക്കും വഴി കിട്ടിയല്ലോ. നമ്മുടെ ഹീറോക്കാണെങ്കിൽ ഇതേ സമയം ഒരു പെൺഡ്രൈവ് കിട്ടണാണ്. ആ പെൺഡ്രൈവിലാണെങ്കിൽ ബിസിനസ്മാൻ ഹീറോയുടെ അച്ഛനെ ആ ഒരു ബാൽക്കണിയിൽ നിന്ന് തള്ളിയിടുന്ന വീഡിയോ എല്ലാം എടുത്ത് കണ്ട് ദേഷ്യപ്പെട്ട് ഹീറോ ആണെങ്കിലും ആ ബിസിനസ്മാനെതിരെ പണി കൊടുക്കാൻ വേണ്ടി പോണ സമയത്ത് അവരും അങ്ങോട്ടേക്ക് കയറുവാനാണ്. സോ നമ്മുടെ ഹീറോയിന് മനസ്സിലാവണേണ് ഇവർ എന്തെങ്കിലും ഒരു പണിയൊപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫോണിൽ നൈസായിട്ട് ലൈവ് ക്യാമറ ഓൺ ആക്കി വെക്കണാണ്. നമ്മുടെ ഹീറോയും ഇത് നോട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നിനക്കൊന്നും ഒരു നാണവുമില്ല, അത്രയ്ക്ക് നാണം ഉണ്ടെങ്കിൽ ഇത്രത്തോളം വിശ്വസിച്ച് ഒരാൾ പാർട്ട്ണർഷിപ്പ് ഇടുമ്പോൾ അവരെ ചതിച്ച് കമ്പനി സ്വന്തമാക്കാൻ നോക്കുക. അതേപോലെ തന്നെ എൻ്റെ അച്ഛനെ ബാൽക്കണിയിൽ നിന്ന് തള്ളിടാൻ പോവുക. അതേപോലെ ഹീറോയിൻ്റെ അച്ഛനെ കാർ ആക്സിഡൻ്റ് ആയി കൊല്ലാൻ പോവാന്നെല്ലാം പറഞ്ഞ് ഹീറോ ആണെങ്കിൽ ഇങ്ങനെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇയാളും നമ്മുടെ ഈ മലയാള പടത്തിലൊക്കെ പഴയ വില്ലന്മാരൊക്കെ ചിരിക്കുന്നുണ്ടല്ലേ, അതേപോലെ ചിരിച്ചിട്ട് എന്ത് ചെയ്യാനാ, വലിയൊരു ബിസിനസ്മാൻ ആവണമെങ്കിൽ ഇതേപോലെ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, അതുകൊണ്ടാണെന്നെല്ലാം പറഞ്ഞാണ്. സോ നിങ്ങൾക്ക് ആ ഒരു ഗതി വരാനുണ്ടെങ്കിൽ ആ ഒരു എവിഡൻസ് എനിക്ക് തന്നേക്കാൻ പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ ഞാൻ ആ ഒരു എവിഡൻസ് തരാം, ബട്ട് ഞങ്ങളെ രണ്ടുപേരെയും ജീവനോടെ വിടണം എന്ന് പറയുമ്പോൾ അയാളും ഓക്കെ പറഞ്ഞാണ്. നമ്മുടെ ഹീറോയും എവിഡൻസ് കൊടുക്കുന്നതാണ്. എവിഡൻസ് കൈ കിട്ടിയപ്പോൾ തന്നെ അയാളാണെങ്കിൽ അവരുടെ കഥ അങ്ങ് തീർത്തേക്കെന്ന് പറഞ്ഞ് പുറത്തേക്ക് തന്നെയാണ്. പുറത്തേക്ക് വന്നു കഴിയുമ്പോഴാണ് ഇവിടെ നടന്ന ലൈവ് സ്ട്രീമിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. സോ ഇയാൾ എന്നെ കുറ്റമെല്ലാം ഏറ്റു പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പോലീസാണെങ്കിൽ ഇവരെ പിടിച്ചുകൊണ്ട് പോണേണ്. അതിനുശേഷം അവിടുന്ന് സീൻ കട്ട് ചെയ്തതിനാൽ നമ്മുടെ ഹീറോയിൻ വിചാരിച്ച പോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും ആ ഒരു വലിയ ആപത്തെല്ലാം മാറി ഹീറോയിൻ ഇപ്പോൾ ഫ്രീ ആയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയെ ഇപ്പോഴും ഹീറോയിൻ്റെ ഒപ്പം ഇതേപോലെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്നതാണ്. അവർ ഓഫീസിൽ വെച്ച് തന്നെ പ്രണയിക്കുന്നു, കിസ് ചെയ്യുന്നു എന്നുള്ള ദൃശ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഈ ഒരു മിനി ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു ഈ ഡ്രാമ? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ ഒരു ഡ്രാമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ ഒരു സീരീസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം നാളെ ഒരു പുതിയ സീരീസായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു പുതിയ സീരീസായിട്ട് കാണുവരെ ടാറ്റ ബൈ ബൈ, സീ യു.